എനിക്ക് ചോദിക്കാറുണ്ട്, ആരെങ്കിലും തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ 5 കൊല്ലത്തേക്ക് നിങ്ങളുടെ വിഷൻ എന്താ കൊച്ചിക്ക് വേണ്ടി? അതൊന്നും പറയൂ. ഇപ്പൊ മെട്രോ റെയിൽ വന്നു. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് 28 കിലോമീറ്റർ ആയി? രണ്ടാമത്തെ ആശയമുണ്ട്. അത് എത്ര സമയബന്ധിതമായി പൂർത്തിയാക്കുമോ? മൂന്നാമത്തെ പാതമുണ്ട്, നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്. നാലാമത്തെ ഞാൻ നിങ്ങളോട് പറയാണ്, അതിന്റെ ഇത് നമുക്ക് വൈപ്പിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് ആയിട്ട് കൊച്ചി കണക്ടിവിറ്റി വരണം. ഇവിടെ 110 കിലോ സെന്റ് ഏക്കർ ഭൂമി അവിടെ കിടപ്പുണ്ട്. എന്താ വിഷൻ? എത്ര കൊല്ലായി ആന്റി സോഷ്യൽ എലിമെന്റ്സിന്റെ കയ്യിലാണ്. ഒരു റെയിൽവേ ഹബ്ബ് വിഷനൈസ്, അതാണ് നമുക്ക് ആവശ്യം. ഇവിടെ കിടപ്പുണ്ട് ഈ ഹൈക്കോടതിയുടെ അവിടെ നിന്ന് ഒരു പാസഞ്ചർ ട്രെയിൻ നമുക്ക് വടക്കൻ പ്രദേശങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തത് എന്താ ഇത്രയും വെറുതെ കിടക്കുക? ഇതിനൊക്കെ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോണേ എന്നുള്ളതാണ് എനിക്ക് ആവശ്യം വേണ്ടത്. ഞാൻ പറയാം, മെട്രോനെ കുറിച്ച് പറയാം. കൊച്ചി മെട്രോ റെയിൽ തുടങ്ങിയത് UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. അത് കേരളത്തിൽ UDF സർക്കാരായിരുന്നു ആ കാലയളവിൽ ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങി 2012 തുടങ്ങിയ പദ്ധതി 2016 അതിൻ്റെ ട്രയൽ റൺ നടന്നു. ഫസ്റ്റ് റീച്ച്, ഏറ്റവും പ്രധാനപ്പെട്ട റീച്ചിൽ ട്രയൽ റൺ നടന്നു. അത് കഴിഞ്ഞിപ്പോൾ 8 വർഷം കഴിഞ്ഞു. ഡോക്ടർ E. ശ്രീധരനെ ഓഫീസറായി കൊണ്ടുവന്നു. അതിൻ്റെ DMRC അത് ഏറ്റെടുത്തു, വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു. അതിൻ്റെ മറ്റൊരു ഘട്ടം ഇപ്പോൾ പറയണോ വേണ്ടേ? ഒരു സെക്കൻഡ്, ചേട്ടൻ ചോദിച്ച ചോദ്യമുണ്ട്. വൈപ്പിലേക്കും കൊണ്ടുവച്ചില്ല, ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇത് ഓൾറെഡി പാർലമെന്റിൽ ഞാൻ ഈ വിഷയങ്ങള് ഉന്നയിച്ചിട്ടുള്ളതാണ്. നിങ്ങള് 28 കിലോമീറ്റർ അല്ല, നമ്മൾ ഇൻഫോ പാർക്കിൽ ഞാൻ പറഞ്ഞത് ഈ റീച്ച് ലേറ്റായി. ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. നമ്മളിപ്പോൾ ഓൾറെഡി മെട്രോയിൽ നമ്മൾ ലാഗ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ രണ്ടാമത്തെ റീച്ച് കഴിയേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ വളരെ പിന്നിലാണ് മെട്രോ വികസനത്തിന്റെ കാര്യത്തിൽ. അതിന്റെ കാരണം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് എടുത്ത ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മൂന്നാമത്തെ ഇപ്പൊ പറഞ്ഞത് തൃപ്പൂണിത്തറയും ഇൻഫോ പാർക്കും തമ്മിൽ ഇനി ബന്ധിപ്പിക്കണം. നമ്മൾ നേരത്തെ എടച്ചിറയിൽ അവസാനിച്ചിരുന്ന മെട്രോ പുതിയ ഡിസൈൻ അനുസരിച്ച് നമ്മൾ ഇൻഫോ പാർക്കിന്റെ അകത്ത് അവസാനിപ്പിക്കുന്നത് ഭാവിയിലേക്ക് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തൃപ്പൂണിത്തറ അവസാനിക്കുന്നതുമായി ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെടുമ്പാശ്ശേരിയിലേക്ക് വേണം, പശ്ചിമ കൊച്ചിയിലേക്ക് വേണം, ഇതെല്ലാം വേണം. ഇതിൻ്റെ കമേഴ്ഷ്യൽ ഫീസിബിലിറ്റിയും കൂടി നോക്കണം. കാരണം ടിക്കറ്റ് കളക്ട് ചെയ്ത് യാത്രക്കാരിൽ നിന്ന് മാത്രം നമ്മൾക്ക് ലാഭമുണ്ടാക്കാൻ മെട്രോയെ കൊണ്ട് സാധിക്കില്ല. അപ്പം മെട്രോ മറ്റ് മോഡ്സ് എന്താണ്, യാത്രക്കാരെ കൂടാതെ അതിൻ്റെ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എന്താണ് എന്നുകൂടി പരിശോധിച്ചിട്ട് മെട്രോ എക്സ്പാൻഷൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ അനന്തമായി ഇതിൻ്റെ PIB ക്ലിയറൻസും സെൻട്രൽ ക്യാബിനറ്റിൻ്റെ ക്ലിയറൻസും വൈകിപ്പിച്ചു? 2 തവണ ഞാൻ പാർലമെന്റിൽ, ഞാൻ അർബൻ ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗം കൂടിയാണ്, 2 തവണ ഇത് പാർലമെന്റിൽ പ്രസംഗിച്ച ഒരു വിഷയമാണ്. താങ്കൾ പറഞ്ഞ കുടിവെള്ള പദ്ധതി, സാറ് ആദ്യം പറഞ്ഞൊരു കാര്യത്തിനോട് ഞാനൊന്നൊരു മറുപടി കൂടി പറഞ്ഞോട്ടെ. സാറ് പറഞ്ഞ എന്ത് മാറ്റമാണ് കൊച്ചി ഉണ്ടായിരുന്നത്? സാറ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്നുകൊണ്ടിരുന്നത് ബോട്ടിലായിരുന്നു മുളകുകാട്ടുന്നു. അതിപ്പോൾ ഗോശ്രീ പാലങ്ങളായി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ അമ്മമാർ വൈപ്പിനിൽ നിന്ന് കുടിവെള്ള കുടങ്ങളുമായിട്ട് ഹൈക്കോടതിയിൽ വന്ന് സമരം ചെയ്യുമായിരുന്നു. ഹഡ്കോ പദ്ധതി വന്നു, ഇപ്പോഴും അത് പര്യാപ്തമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുടിവെള്ളം പൈപ്പുകളിൽ എത്തിത്തുടങ്ങി. നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ട്രാൻസ്പോർട്ടേഷൻ. നിങ്ങളെല്ലാവരും പറഞ്ഞു മെട്രോ MG റോട്ടിൽ കൂടി വരുമെന്ന് ചോദിച്ചു. മെട്രോ വന്നു. മെട്രോ വേഗത കൂട്ടണം, ലൈൻസ് എക്സ്പാൻഡ് ചെയ്യണം. ഈ കുടിവെള്ള പദ്ധതിയുടെ കാര്യം പറഞ്ഞു. കുടിവെള്ളം നമുക്ക് ആവശ്യമുള്ള, നമ്മളൊരു മെട്രോ നഗരമായിട്ട് വളരുമ്പോൾ നമ്മുടെ നഗരത്തിലേക്ക് കൂടുതൽ ആളുകൾ വരികയാണ്. എല്ലാ ജില്ലയിലെ ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അതിന് പര്യാപ്തമായ രീതിയിൽ നമ്മുടെ വാട്ടർ അതോറിറ്റി സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. നമ്മൾക്കൊരു 190 MLD പ്ലാന്റ് വേണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതും 2030 വരെയുള്ളൂ. എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് അതിലും ദീർഘമായിട്ട് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. ഞാനിനി കൂടുതൽ വിശദീകരിച്ച് പറയണമെന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഈ സംസ്ഥാനത്ത് മെട്രോയുടെ എക്സ്റ്റൻഷനും അതുപോലെ തന്നെ രാജ്യത്താദ്യമായി വാട്ടർ മെട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ ജനറൽ ആശുപത്രി വലിയ തോതിൽ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളും മികച്ച ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ജനങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ സ്കൂളുകളുടെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇനിയും ഫർദർ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ ഇനിയും എക്സ്റ്റൻഷൻ, കാരണം ഞാനത് ആദ്യം സൂചിപ്പിച്ചു, ഞാൻ സംസാരിച്ചപ്പോൾ അത് പരാമർശിച്ചാണ് പോയത്. എക്സ്റ്റൻഷൻ നടത്തണം. അതിന് തീർച്ചയായും ഒരു കണ്ണിയായി നിൽക്കാൻ വികസന പ്രവർത്തനങ്ങൾ, നമ്മുടെ ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും ഇടയിൽ ഒരു കണ്ണിയായി നിൽക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്. തീർച്ചയായും ഭാവിയിൽ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ, ഇപ്പോൾ റെസിഡന്റ് അസോസിയേഷന്റെ പ്രതിനിധികളുടെ ഇരിപ്പുണ്ട്, നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ ഇന്ന് തരാൻ കഴിയുന്ന ഒരു ബോഡിയാണ് ഈ റെസിഡന്റ് അസോസിയേഷനുകൾ. അപ്പൊ അവരുടെയൊക്കെ നിർദ്ദേശം, ഇപ്പം ഞാനൊരു വാർഡിന്റെ ഒരു പ്രതിനിധിയാണ്, 3 വട്ടമായി. അപ്പൊ ഞാൻ എൻ്റെ വാർഡിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് സാറിനെ പോലുള്ള റെസിഡന്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ തരുന്ന നിർദ്ദേശങ്ങളാണ്. അപ്പം ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വരുന്ന ഭാവിയിൽ, അപ്പൊ അത് കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ജനസദസ്സുകൾ സംഘടിപ്പിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, അതിനനുസരിച്ച് ഭാവിയിൽ വികസന പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക, നമ്മുടെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട്. ഇപ്പോൾ HMT ഏതാണ്ട് ഒരു 12,000 സ്ഥിരം തൊഴിലാളികൾ ഉണ്ടായിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതുപോലെ 30,000-ഓളം അനുബന്ധ തൊഴിലാളികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ്. ഇന്ന് അതിന്റെ അവസ്ഥ 300. ഞാനിപ്പോൾ ഈ ഇലക്ഷന്റെ ഭാഗമായിട്ട് അവിടെ സന്ദർശിക്കാൻ പോയിരുന്നു. കേവലം 300 തൊഴിലാളികളാണ് അവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്കുള്ളത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ, കേരളത്തിന്റെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലിനെ ഒക്കെ ഉറപ്പാക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ, പൂട്ടപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ നിങ്ങളുടെ മുന്നിൽ ഞാനുണ്ടാവും ഭാവിയിൽ. ഏതായാലും സാർ തന്ന നിർദ്ദേശം വളരെ വിലപ്പെട്ടതാണ്. വളരെ പ്രായം ചെന്ന, വളരെ പക്വതയുള്ള, അനുഭവ സമ്പത്തുള്ള സാറിനെ പോലെ ധാരാളം പേര് ഇവിടെ ഇരിപ്പുണ്ട്. അവരെ നിർദ്ദേശങ്ങൾ തരണം. ഞാൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഹൈബിക്കൊക്കെ അതിനെ കുറിച്ച് അറിയാമായിരിക്കും. പഠിക്കാൻ വേണ്ടി കൂടി സാറിന്റെ നിർദ്ദേശങ്ങൾക്ക് പ്രത്യേകം നന്ദി. ഓക്കെ, പരിചയസമ്പന്നൻ എന്നൊക്കെ പറഞ്ഞോ, പ്രായമുള്ളതെന്ന് പറയുന്നു. എന്നേക്കാൾ പ്രായം ഉണ്ടാവുമല്ലോ.